ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. സർവഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും നന്മകളെല്ലാം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ നാരായണീയം ദശകം 49 വൃന്ദാവന ഗമനം. കാരണം ഭഗവാൻ കണ്ണനും യശോദാമ്മയും അവിടുത്തെ ഗോപന്മാരും പശുക്കളും എല്ലാം ഓരോരോ ദുരിതങ്ങളും വിഷമങ്ങളും കൂടെ ഭഗവാൻ കണ്ണന് വരുന്നത് കൊണ്ട് അവിടുത്തെ ഗോപന്മാരെല്ലാവരും കൂടെ താമസം മാറി വൃന്ദാവനത്തിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരുമായി അവിടേക്ക് യാത്ര പുറപ്പെട്ടതാണ് നമ്മൾ വായിച്ചത് കഴിഞ്ഞ പ്രാവശ്യം. നമുക്കിനി 5-ാം ശ്ലോകം വായിക്കാം. ശ്ലോകം 5. നിരീക്ഷ്യ വൃന്ദാവനമീശ നന്ദൽ പ്രസൂനകുന്ദ പ്രമുഖദ്രുമൗഖം അമോദധാശാതുലസാന്ദ്രലക്ഷ്മ്യ ഹരിന്മണി കുട്ടിമപുഷ്ടശോഭം. നിരീക്ഷ്യ വൃന്ദാവനമീശ നന്ദൽ പ്രസൂനകുന്ദ പ്രമുഖദ്രുമൗഖം അമോദധാശാദ്വലസാന്ദ്രലക്ഷ്മ്യ ഹരിന്മണി കുട്ടിമപുഷ്ടശോഭം. അവർ വൃന്ദാവനത്തിലേക്ക് പോയപ്പോൾ അവിടെ വിടർന്ന പുഷ്പങ്ങൾ, അതായത് വൃന്ദാവനം എന്നല്ലേ പേര് പോലും. അപ്പോൾ വിടർന്ന് പുഷ്പങ്ങൾ നിറഞ്ഞ വള്ളികളും വൃക്ഷങ്ങളും ധാരാളമുണ്ട് അവിടെ. അപ്പോൾ നല്ല നല്ല വൃക്ഷങ്ങളും പുഷ്പങ്ങൾ നിറഞ്ഞ വള്ളികളും അതും പച്ച പരവതാനി വിരിച്ചതുപോലെ ശോഭാമയമായ പച്ചപ്പുൽ തകടി പ്രദേശങ്ങളും കണ്ട് അങ്ങ് സന്തോഷിച്ചു. ഭഗവാൻ നാരായണൻ കുഞ്ഞായിരുന്ന സമയത്ത് അതെല്ലാം കണ്ട് സന്തോഷിച്ചു എന്നാണ് ഇതിൽ പറയുന്നത്. ഇവിടെ മനോഹരമായ പച്ചപ്പുൽ തകടികളെ പച്ചപ്പരവതാനിയായും വൃക്ഷത്തലപ്പുകളെ ഇന്ദ്രനീല കല്ലുകളായുമാണ് ഇവിടെ ഭട്ടതിരിപ്പാട് ഭാവന ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നല്ല പുഷ്പങ്ങൾ നിറഞ്ഞ വള്ളികളും വൃക്ഷങ്ങളും ധാരാളമുണ്ട്. അപ്പോൾ പച്ച പരവതാനി എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും ഇടയില്ലാതെ നിരന്ന് പച്ച കാണുമ്പോൾ നമുക്ക് തോന്നും പച്ച പരവതാനി വിരിച്ചതുപോലെയാണല്ലോ. ശോഭാമയമായിരിക്കുന്ന പച്ചപ്പുൽ തകടി പ്രദേശങ്ങളും കണ്ട് ഭഗവാൻ കണ്ണൻ അന്ന് സന്തോഷിച്ചു. ഇവിടെ മനോഹരമായ പച്ചപ്പുൽ തകടികളെ പച്ചപ്പരവതാനിയായും വൃക്ഷത്തലപ്പുകളെ ഇന്ദ്രനീല കല്ലുകളായും ഭാവന ചെയ്യുന്നു. അതാണ് ഇവിടെ ഭട്ടതിരിപ്പാട് ഇങ്ങനെയാ വൃന്ദാവനത്തിലേക്ക് പോയപ്പോൾ ഇത്രയെല്ലാം സന്തോഷകരമായ ഒരു അന്തരീക്ഷവും നല്ല സുന്ദരമായ പ്രദേശങ്ങളൊക്കെ ആയിരുന്നു. 6-ാം ശ്ലോകത്തിൽ പറയുന്നത് എന്താന്ന് നോക്കാം. ശ്ലോകം 6. നവാഗ നിർവ്യൂഢ നിവാസഭേദേഷു അശേഷ ഗോപേഷു സുഹാസിതേഷു വനശ്രിയം ഗോപകിശോരപാളി വിമിശ്രിത പര്യക് അലോകധാസ്ത്വം. നവാക നിർവ്യൂഢ നിവാസഭേദേഷു അശേഷ ഗോപേഷു സുഹാസിതേഷു വനശ്രിയം ഗോപകിശോരപാളി വിമിശ്രിത പര്യക് അലോകധാസ്ത്വം. വനങ്ങളിൽ ഗോപന്മാരെല്ലാം തങ്ങിയപ്പോൾ അവിടുന്ന് ഗോപബാലന്മാരായ കൂട്ടുകാരോടൊപ്പം ചുറ്റി നടന്ന് കാനനശോഭ കണ്ട് ആസ്വദിച്ചു. കണ്ണൻ ഗുരുവായൂരപ്പനോട് പറയുന്നു, അന്ന് ഇങ്ങനെയായിരുന്നു. വൃന്ദാവനത്തിൽ ചെന്നപ്പോൾ വനങ്ങളിൽ ഗോപന്മാരോടൊപ്പം തന്നെ അവിടെ തങ്ങിയപ്പോൾ ഗോപന്മാരെല്ലാം അവിടെ തങ്ങിയപ്പോൾ അവിടുന്ന് ഭഗവാൻ ഗോപബാലന്മാരായ ഗോപകുട്ടികളായ കൂട്ടുകാരോടൊപ്പം ചുറ്റി നടന്ന് കാനനശോഭ കണ്ട് ആസ്വദിച്ചു സന്തോഷിച്ചു കണ്ണൻ. അതാണ് ഈ ശ്ലോകത്തിൽ. ശ്ലോകം 7. അരാളമാർഗാഗത നിർമ്മലാപാം മരാളകൂജാകൃത നിർമ്മലാപാം നിരന്തരസ്മേര സരോജഭക്ത്രാം കളിന്ദ കന്യാം സമലോകയസ്ത്വം. അരാളമാർഗാഗത നിർമ്മലാപാം മരാളകൂജാകൃത നിർമ്മലാപാം നിരന്തരസ്മേര സരോജഭക്ത്രാം കളിന്ദ കന്യാം സമലോകയസ്ത്വം. ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നത് വളഞ്ഞു പുളഞ്ഞ വഴികളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന തെളിനീരുള്ളതും അരണ്യങ്ങളുടെ കൂകലാകുന്ന സരസഭാഷണം പൊഴിക്കുന്നതും വിടർന്ന താമരപ്പൂക്കളാൽ ഇടപെടാതെ പുഞ്ചിരി പൊഴിച്ചു കൊണ്ടിരിക്കുന്ന മുഖങ്ങളുള്ള കാളന്തിയെ നെഞ്ചിലൂടെ നോക്കി കണ്ടു. കാളന്തി നദി
അപ്പോൾ ഇതെല്ലാം അവിടെ എന്തൊക്കെയാ ഉള്ളേ? വളഞ്ഞു പുളഞ്ഞു വഴികളിലൂടെ ഒഴുകും തെളിനീര്, നല്ല ശുദ്ധജലം. ഇങ്ങനെ നമുക്കറിയാം മലകളിലൊക്കെ ഇങ്ങനെ ഇടുക്കാട്ട് ഊറ്റുവെള്ളം പോലെ തെളിഞ്ഞു, അതാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. വളഞ്ഞു പുളഞ്ഞു വഴികളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന തെളിനീരുള്ളതും അരയന്നങ്ങളുടെ കൂകലാകുന്ന സരസഭാഷണം പൊഴിക്കുന്നതും വിടർന്ന താമരപ്പൂക്കളാൽ ഇടപെടാതെ പുഞ്ചിരി പൊഴിച്ചു കൊണ്ടിരിക്കുന്ന മുഖമുള്ള കാളിന്തിയെ ഭഗവാൻ നിന്തിരുവടി നോക്കി കണ്ടു. നദികളെ ഇവിടെ സ്ത്രീലിംഗത്തിലാണ് പ്രയോഗിക്കുന്നത്. അതാണ് കാളിന്ത കന്യം എന്ന് പ്രയോഗിച്ചത്. നമ്മളവിടെ വായിച്ചു അവസാനത്തെ വരെ കാളിന്ത കന്യാം സമലോകയസ്തോ എന്ന്. അവിടെ സ്ത്രീലിംഗത്തിലാണ് നദിയെ പറയുന്നത്. ഗംഗ, യമുന, പുരുഷൻ്റെ ഒരു ഇതെങ്കിലും ഉണ്ടോ നാമങ്ങൾ? പമ്പ, ഇങ്ങനെ എല്ലാം പറയുമ്പോൾ സരസ്വതി എല്ലാം സ്ത്രീലിംഗത്തിലാണ്. നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. ശ്ലോകം 8. മയൂരകേകാശതലോഭനീയം മയൂഖമാലാശബളം മണീനാം വിരിഞ്ചലോകസ്പൃശം ഉച്ചശൃംഗൈർ ഗിരിം ച ഗോവർദ്ധനം ഐഷധാസ്ത്വം. മയൂരകേകാശതലോഭനീയം മയൂഖമാലാശബളം മണീനാം വിരിഞ്ചലോകസ്പൃശം ഉച്ചശൃംഗൈർ ഗിരിം ച ഗോവർദ്ധനം ഐഷധാസ്ത്വം. ഈ ശ്ലോകത്തിൽ കർണാനന്ദകരമായ കളകൂജനങ്ങളും മനോമോഹനമായ വർണ്ണശബളമായ കാനന ഭംഗിയും ഉത്തുംഗ ശൃംഗങ്ങളാൽ ആകാശമുട്ട നിൽക്കുന്ന ഗോവർദ്ധന പർവ്വതവും ഗോപന്മാർക്ക് സന്തോഷം പകരുന്ന കാഴ്ചകളായിരുന്നു. അവയെല്ലാം കൃഷ്ണാദികളെ വളരെ രസിപ്പിച്ചു. എന്തൊരു സുന്ദരമായ സ്ഥലമാ! കണ്ണിന് ആനന്ദകരമായ കളകൂജനങ്ങളും മനോമോഹനമായ വർണ്ണശബളമായ കാനനഭംഗി, ഉത്തുംഗ ശൃംഗങ്ങളാൽ ആകാശമുട്ട നിൽക്കുന്ന ഗോവർദ്ധന പർവ്വതം, ഇതെല്ലാം തന്നെ നല്ല നല്ല സന്തോഷം പകരുന്ന കാഴ്ചകളായിരുന്നു. കൃഷ്ണാദികളെ വളരെ സന്തോഷിപ്പിച്ചു. കൃഷ്ണനും മറ്റുള്ളവർക്കും എല്ലാം അത് സന്തോഷകരമായി. 9-ാം ശ്ലോകം വായിക്കാം. ശ്ലോകം 9. സമം തതോ ഗോപകുമാരകൈസ്ത്വം സമന്തതോ യത്ര വനാന്തം ആഗ തതസ്തതസ്താം കുടിലാം അപശ്യ കളിന്തജാം രാഘവതീം ഇവൈകാം. സമം തതോ ഗോപകുമാരകൈസ്ത്വം സമന്തതോ യത്ര വനാന്തം ആഗ തതസ്തതസ്താം കുടിലാം അപശ്യ കളിന്തജാം രാഘവതീം ഇവൈകാം. ഇവിടെ പറയുന്നു, അവിടുന്ന് ഇതെല്ലാം കൃഷ്ണാദികളെ, എല്ലാ കുട്ടികളെയും, അത് ഗോപന്മാരെയും കൃഷ്ണനെയും ഒക്കെ വളരെ രസിപ്പിച്ചിട്ട് പിന്നെ അവിടുന്ന് ഗോപബാലന്മാരോട് കൂടിയത്, ഭഗവാൻ കണ്ണൻ ഗോപബാലന്മാരോട് കൂടിയത് അവിടെയുള്ള ഗോപന്മാരോട് കൂടി കാട്ടിൽ ചുറ്റി നടന്നു നോക്കി. ചെല്ലുന്നിടത്തെല്ലാം തന്നെ കുടിലഗതിയായ കാളിന്തിയെ അനുരാഗവതിയായ ഒരുത്തിയെ പോലെ കണ്ടു. അതായത് അത്രമാത്രം കാളിന്തിയെ ഇഷ്ടപ്പെട്ടു ഭഗവാന്. അതാണ് ഗോപന്മാരുമായിട്ട് എല്ലായിടും ചുറ്റിക്കറങ്ങി കാട്ടിലെല്ലാം സഞ്ചരിച്ചിട്ട് ചെല്ലുന്നിടത്തെല്ലാം തന്നെ കുടിലഗതിയായ ഈ കാളിന്തി നദി, കാളിന്തിയെ അനുരാഗവതിയായ ഒരുത്തിയെ പോലെ കണ്ണൻ കണ്ടു. അതാണ് ഇതിൽ പറയുന്നത്. നമുക്ക് അടുത്ത ശ്ലോകം കൂടെ വായിക്കാം. ശ്ലോകം 10. തഥാവിധേസ്മിൻ വിപിനേ പശവ്യേ സമുത്സുകോ വത്സഗണപ്രചാരേ ശരൻ സരാമോധകുമാരകൈസ്ത്വം സമീരഗേഹാധിപ പാഹിരോഗാൽ. തഥാവിധേസ്മിൻ വിപിനേ പശവ്യേ സമുത്സുകോ വത്സഗണപ്രചാരേ ശരൻ സരാമോധകുമാരകൈസ്ത്വം സമീരഗേഹാധിപ പാഹിരോഗാൽ. ഇവിടെ ഭഗവാൻ, അല്ലയോ നാരായണ, കൃഷ്ണ, ഗുരുവായൂരപ്പ, പിന്നെ ഭഗവാൻ വളരെ പ്രയോജനപ്രദമായ ഈ വൃന്ദാവനത്തിൽ പൈക്കുട്ടികളെ കൊണ്ട് നടന്ന് മേയ്ക്കുവാൻ കൊതിപൂണ്ട് ബലരാമനോടും ഗോപബാലന്മാരോടും ഒത്ത് സഞ്ചരിക്കുവാൻ തുടങ്ങി. അപ്രകാരമുള്ള ഗുരുവായൂരപ്പ, അവിടുന്ന് എൻ്റെ രോഗത്തെ മാറ്റി രക്ഷിക്കണമേ. അങ്ങനെ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നു ഭട്ടതിരിപ്പാട്. അങ്ങനെയുള്ള ഭഗവാനെ, അങ്ങൻ്റെ രോഗത്തെ മാറ്റി രക്ഷിക്കണമേ. പശുക്കൾക്ക് തിന്നുന്നതിന് ധാരാളം പുല്ലും കുടിക്കുന്നതിന് വെള്ളവും ഉള്ളതും. അപ്പോൾ അവിടെ എന്തെല്ലാം ഉണ്ട്? ധാരാളം പുല്ലുണ്ട്, വെള്ളമുണ്ട്, നദിയുണ്ട്, മനോഹരമായ ദൃശ്യങ്ങളുള്ളതുമായ കൂട്ടുകാരുമൊത്ത് ചുറ്റി നടന്ന് വൃന്ദാവന ശോഭ ആവോളം നുകർന്നു. ഭഗവാൻ കണ്ണനും കൂട്ടുകാരും ഗോപന്മാരും എല്ലാവരും സന്തോഷമായോടെ കഴിഞ്ഞു. നമുക്കിതാണ് ഇതിനകത്ത് പറഞ്ഞത്. നമ്മൾ ഇന്ന്
പത്താം ശ്ലോകം വരെയും വായിച്ചു 5 തൊട്ട്. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.